السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وفصلها صورا وآيات، وصلى الله على نبينا محمد وعلى آله ومن تبعهم بإحسان حتى الممات. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ, ഞാനേറെ സ്നേഹിക്കുന്ന ജുബൈൽ ഇസ്ലാഹി സെൻ്ററിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ നന്മകൾ വർദ്ധിപ്പിച്ച് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് സ്വർഗപ്രാപ്തി കൈവരിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുങ്ങുക നാളേക്കു വേണ്ടി എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ പല യാത്രകളും നടത്താറുണ്ട്. ഏതൊരു യാത്രയാണെങ്കിലും അതിനൊരു മുന്നൊരുക്കം ഉണ്ടാകുമ്പോഴാണ് ആ യാത്ര ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് നിന്ന് നാട്ടിലേക്ക് യാത്ര പോകുന്ന ആളുകൾ തന്നെ പലതരത്തിലാണ്. ഉംറയ്ക്ക് വേണ്ടി വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചില ആളുകൾ നാട്ടിലേക്ക് വരുന്നതും നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതുമൊക്കെ ഒരു രൂപത്തിലാണ്. ജോലി ആവശ്യാർത്ഥം വിദേശത്ത് വന്ന് വർഷങ്ങൾ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നവർ മറ്റൊരു രീതിയിലാണ്. ഉംറയ്ക്ക് വേണ്ടി വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ അപൂർവം ചില ആളുകളുണ്ട്, അവർ വരുന്ന സമയത്ത് തന്നെ അന്വേഷിക്കും ഒരു ഖുർആൻ പരിഭാഷ എവിടെന്നെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന്. വരുന്ന സമയത്ത് അവരാദ്യം ചോദിക്കുന്നതായിരിക്കും ഖുർആൻ പരിഭാഷ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന്. അങ്ങനെ അതിൻ്റെ സ്ഥലം തേടിപ്പിടിച്ച് അവരാദ്യം കയ്യിലാക്കുന്നത് ഖുർആൻ പരിഭാഷയായിരിക്കും, അല്ലെങ്കിൽ ഖുർആൻ ആയിരിക്കും. പിന്നീട് അവരുടെ ഉംറയുടെ ശേഷവും അതിൻ്റെ മുമ്പൊക്കെയുള്ള യാത്രയിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ മക്കൾക്ക് വേണ്ട, പേരമക്കൾക്ക് വേണ്ട ഡ്രസ്സുകളും കളിപ്പാട്ടങ്ങളും മിഠായിയും മറ്റു കാര്യങ്ങളൊക്കെ അവർ ശേഖരിച്ചിട്ടുണ്ടാകും. അവസാനം പോകുന്നതിൻ്റെ തലേ ദിവസം അമീർ വന്നിട്ട് അവരോട് പറയും, നമുക്ക് ലഗേജ് ആകെ 25 കിലോ ആണുള്ളത്, അതുകൊണ്ട് എല്ലാവരും അവരുടെ ലഗേജ് ഒന്ന് തൂക്കി നോക്കി കൃത്യമാക്കണമെന്ന് പറയും. അങ്ങനെ എല്ലാവരും ലഗേജ് തൂക്കി നോക്കുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടാവും. ചിലപ്പോൾ എല്ലാവരും തൂക്കം കുറക്കണം, കറക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ചില ഉംറക്കാർ ചെയ്യുന്ന കാര്യം, അവരിങ്ങനെ എടുത്തു നോക്കും, ഇത് മക്കൾക്കുള്ള മിഠായിയാണ്, ഇതെന്തായാലും ഒഴിവാക്കാൻ പറ്റൂല. ഇത് പേരമക്കൾക്കുള്ള ഡ്രസ്സാണ്, ഇതവർ കാത്തിരിക്കുകയായിരിക്കും, ഇതെന്തായാലും മാറ്റി വെക്കാൻ പറ്റൂല. പിന്നുള്ളത് കുറച്ച് ടോയ്സുകളാണ്, ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക, അവിടെ പോയിട്ട് എങ്ങനെ കൊടുക്കുക. അവസാനം ബാക്കിയാകുന്ന ഒന്നുണ്ട്, അതെന്തായിരിക്കും? ഖുർആൻ പരിഭാഷയായിരിക്കും, അല്ലെങ്കിൽ ഖുർആനായിരിക്കും. അതിനെക്കുറിച്ച് അവർ പറയും, വീട്ടിൽ ഖുർആൻ ഉണ്ട്, അല്ലെങ്കിൽ പരിഭാഷ ഇപ്പോൾ മൊബൈലൊക്കെ കിട്ടൂല, വലിയ പ്രശ്നമൊന്നുമില്ല, അപ്പോൾ അത് മാറ്റി വെക്കാൻ ഇത് ആർക്കെങ്കിലും വേണോ എന്ന് ചോദിച്ചിങ്ങനെ നടക്കും. ലാസ്റ്റ് ഞാൻ പറഞ്ഞത്, അതൊരു മടക്കയാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്. ദീനീ കാര്യത്തെ മാറ്റിവെച്ച് ഭൗതികമായ കാര്യത്തിന് മുൻതൂക്കം നൽകിയുള്ള മടക്കയാത്രക്കുള്ള ഒരു ഒരുക്കം. എന്നാൽ വർഷങ്ങൾ പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി 1-2 വർഷം കഴിഞ്ഞിട്ട് തനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടെ ഇവിടെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ചില ആളുകളൊക്കെ നാട്ടിൽ നിന്ന് വന്ന അടുത്ത മാസത്തിൽ തന്നെ, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ തന്നെ തുടങ്ങുന്നത്
കിട്ടുന്ന സമയത്ത് ഓരോന്നോരോന്ന് ഇങ്ങനെ വാങ്ങിയേക്കും, മക്കൾക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട്. ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ച് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എവിടെയെങ്കിലും ഓഫർ കണ്ടാൽ ഇത് വാങ്ങിച്ച്, അങ്ങനെ 1-2 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിപ്പോകാനാകുമ്പോഴേക്ക് തനിക്ക് കൊണ്ടുപോകാനുള്ള ലഗേജ് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ അത്യാവശ്യമായി കുറച്ചെന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ റെഡി ആയിട്ടുണ്ടാവും. ഇതും ഒരു മടക്ക യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്. ഇങ്ങനെ പല രൂപത്തിൽ ഈ പ്രവാസ ലോകത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പ്രവാസ ലോകത്ത് ജോലി ചെയ്ത് മടങ്ങിപ്പോകുന്ന ആളുകൾ തന്നെ പലതരത്തിലാണ്. ചില ആളുകൾ വെറും കൈയോടെ മടങ്ങിപ്പോകും. വർഷങ്ങളോളം ഇവിടെ പ്രവാസ ലോകത്ത് അധ്വാനിച്ചിട്ടുണ്ടാവും. എന്നിട്ടും കയ്യിലൊന്നുമില്ലാതെ മടങ്ങിപ്പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. നമ്മളവരെ കുറിച്ച് പറയും, അവരൊന്നും സമ്പാദിക്കാതെയാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്ന്. അവരുടെ കുടുംബത്തിൻ്റെ ദൂർത്തായിരിക്കാം ഒരു പക്ഷേ ആ വ്യക്തിയെ ഈ രൂപത്തിൽ നാട്ടിലേക്ക് പറഞ്ഞേക്കാനുള്ള കാരണം. ചിലർ പറയും ആ വ്യക്തി PSC കിട്ടിയിട്ട് പോവുകയാണ്. അപ്പം എന്തായിരിക്കും? പ്രഷറും ഷുഗറും കൊളസ്ട്രോളും അടിച്ചു കയറി അങ്ങനെ ഒരു നിത്യരോഗിയായി മാറിയിട്ടായിരിക്കും പലരും ഈ പ്രവാസ ലോകത്ത് നാട്ടിലേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഒന്നും സമ്പാദിച്ചതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ അവരുടെ വിഷയത്തിൽ പരിതപിക്കും. വർഷങ്ങളോളം നീണ്ട ഈ പ്രവാസ ജീവിതത്തിൽ നിന്ന് വെറും അസുഖങ്ങൾ മാത്രമുണ്ടായി അതുകൊണ്ട് തിരിച്ചു പോകുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ പരിതപിക്കാറുണ്ട്. ചില ആളുകളുണ്ട്, അവർ ഇവിടെ നിന്ന് പോകുമ്പോൾ കയ്യിലൊന്നും ഉണ്ടാവില്ല, ഒന്നുമില്ലാതെയായിരിക്കും അവർ മടങ്ങിപ്പോകുന്നത്. നമ്മളും അവരെക്കുറിച്ച് പറയും ഒന്നും സമ്പാദിച്ചിട്ടില്ല. പക്ഷേ അവർ സമ്പാദിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവർ ഈ വർഷങ്ങൾ നീണ്ട കാലയളവിൽ അവർ സമ്പാദിച്ചിട്ടുണ്ടാകും. എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ധാരാളമായി പണം ചെലവഴിച്ച് കയ്യിൽ ഒന്നും ശേഷിക്കാത്ത അവസ്ഥയിലായിരിക്കും അവർ മടങ്ങിപ്പോകുന്നത്. വർഷങ്ങൾ നീണ്ട കാലയളവിൽ കുടുംബത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു, മക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അതോടൊപ്പം തൻ്റെ പരലോകമോക്ഷത്തിനാവശ്യമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സദഖയായും സകാത്തായും കൃത്യമായി നിർവഹിച്ചു കൊടുത്ത് കയ്യിൽ അധികമൊന്നും ശേഖരണമില്ലാതെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നവരുണ്ട്. അവർ യഥാർത്ഥത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും അവരൊക്കെ നന്നായി സമ്പാദിച്ചവരായിരിക്കും. അത്തരം ആളുകളെക്കുറിച്ച് നമുക്കറിയാം. അതും അള്ളാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ്. ചില ആളുകളുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശം ചൊരിഞ്ഞ് സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരി കണക്കെ കുടുംബത്തിലുള്ളവർക്കും നാട്ടുകാർക്കും വേണ്ടി പലതും ചെയ്തു കൊടുക്കുന്നുണ്ടാവും. സ്വന്തത്തെപ്പോലും മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ട്. പല പ്രവാസികളെക്കുറിച്ച് നമുക്കറിയാം. നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിലേക്ക് ആവശ്യമായ പല കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ നാട്ടിലെത്തി ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ വീതിച്ചു കൊടുത്ത് അവസാനം സ്വന്തമായൊരു സെൻറ്റിൻ്റെ കുപ്പി പോലും ഉണ്ടാവില്ല, ചെറിയൊരു അത്തറിൻ്റെ കുപ്പി പോലും സ്വന്തമായിട്ടുണ്ടാവില്ല. കാരണം എന്താ? അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടാവും. പ്രവാസി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. സ്വതക്ക ചെയ്ത് മറ്റുള്ളവർക്ക് ദാനധർമ്മം കൊടുത്ത് ശീലിച്ചവരാണ്. നിങ്ങളെ മുമ്പിലിരുത്തി പ്രശംസിക്കുകയല്ല, ഓരോരുത്തർക്കും അറിയാമത്. നമ്മുടെ നാട്ടിലുള്ള പല സ്ഥാപനങ്ങളും നടന്നു പോകുന്നത് പ്രവാസികളുടെ കരങ്ങളിലൂടെയാണ്. അല്ലാഹുവിൻ്റെ തൗഫീക്ക് കഴിഞ്ഞാൽ സ്വന്തം പ്രയാസത്തിലാണെങ്കിലും ശരി മറ്റുള്ളവർക്ക് നൽകുന്നത് ശീലിച്ചവരാണ് പ്രവാസികൾ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു അത്തറിൻ്റെ കുപ്പി പോലും ശേഷിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. മാത്രമല്ല, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ തൻ്റെ കയ്യിലുള്ള കാശ് കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പല സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കും. 6 മാസത്തെ ലീവിന് പോയ ഒരാൾക്ക് 4 മാസം കഴിയുമ്പോഴേക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരാൻ തോന്നും. എന്താ കാരണം? കയ്യിലുള്ള കാശ് തീർന്നു പോയിരിക്കുന്നു. ഇവിടുന്ന് പല ആളുകളിൽ നിന്നും കാശ് കടം ചോദിക്കും, അവരയച്ചു കൊടുക്കും. അതും തീരുമ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ വരണം. ആ ആളുകൾക്ക് ഇവിടെ എത്തിയാലായിരിക്കും ഒരു സമാധാനം. നാട്ടിലെത്തിയാൽ പണം ഇങ്ങനെ തീർന്നു പോകാൻ ശക്തമായ കാറ്റുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോയിട്ടതുപോലെ കാശ് തീർന്നു പോകുന്ന അവസ്ഥ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രവാസ ലോകത്ത് തന്നെ നമ്മൾ നാട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അതിന് വ്യത്യസ്തങ്ങളായ രീതികളുണ്ട്. പല രൂപത്തിലാണ് ഈ പ്രവാസ ലോകത്തിന് തന്നെ നമ്മൾ മടങ്ങിപ്പോകുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാസ ലോകത്തിലാണെങ്കിലും ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഒരാൾ നാട്ടിൽ നിന്ന് ജോലിക്ക് വന്നു, എന്നിട്ട് ഇവിടെ വന്നിട്ട് പുതച്ച് കിടന്നുറങ്ങുക. നല്ല AC ഉള്ള റൂമിൽ, അതല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സാഹചര്യത്തിൽ കമ്പിളി പുതച്ചുകൊണ്ട് ബ്ലാങ്കറ്റ് പുതച്ചുകൊണ്ട് സുഖമായി ഉറങ്ങുകയാണ്. ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ മറ്റുള്ളവരൊക്കെ വിളിച്ചുണർത്തും, അയാൾ എണീറ്റിട്ട് ഭക്ഷണം കഴിക്കും, വീണ്ടും കിടക്കും. ഇങ്ങനെ ചെയ്യുന്ന ഒരാളെക്കുറിച്ച് ശരിക്കും നമ്മൾ എന്താ പറയുക?
അയാളൊരു വിഡ്ഢിയാണ്. കാരണം എന്താ? നാട്ടിൽ കുടുംബത്തെയും മക്കളെയും ഉപേക്ഷിച്ച് ഈ നാട്ടിലേക്ക് ജോലിക്ക് വന്നിട്ട് കൃത്യമായി ജോലി അന്വേഷിക്കുകയോ തേടുകയോ ചെയ്യാതെ കിടന്നുറങ്ങുന്ന സുഖലോലുപതയിൽ ലയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ പറയും അയാൾ എത്ര വലിയ വിഡ്ഢിയാണ് എന്നും. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും പ്രവാസികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പിതാവിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. നിശ്ചിതമായ ഒരു കാലം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കും. നമ്മൾ ഇനി മടങ്ങിപ്പോകേണ്ടവരാണ്. പ്രവാസ ലോകത്തിലൊന്ന് ജോലിക്ക് പോകാതെ കിടന്നുറങ്ങുന്നവനെ പോലെ നമ്മൾ ആയിക്കൂടാ. മറിച്ച് നമ്മൾ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ച് എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് എന്നും ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എനിക്കവിടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്നുമുള്ള തിരിച്ചറിവോടുകൂടെ ജീവിക്കുമ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മടക്കയാത്രക്ക് ഒരുങ്ങിയവനായി മാറുന്നത്. നമ്മൾ അങ്ങനെയായിരിക്കണം. ഈ പ്രവാസ ലോകത്ത് നമ്മൾ മടക്കയാത്രയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എങ്കിൽ അതിനേക്കാൾ ഉപരിയായി അവസാനമായ മടക്കയാത്രയെക്കുറിച്ച് നമ്മളൊക്കെയും ചിന്തിക്കണം. എപ്പോഴാണ് നമുക്കൊക്കെ അത് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. നമ്മൾ ഓരോരുത്തരും എന്നാണ് ഈ ഭൂമി ലോകത്തിൽ നിന്ന് മടങ്ങിപ്പോവുക എന്ന് നമുക്കറിയില്ല. എന്നാൽ നമ്മൾ ജനിക്കുന്നതിൻ്റെ മുമ്പേ നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നമ്മളായിരിക്കെ നമുക്ക് 4 മാസം പ്രായമാകുമ്പോൾ തന്നെ നമ്മുടെ മടക്കയാത്രയുടെ തീയതി കുറിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ആ മരണത്തിൻ്റെ സ്പോട്ടിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു. അയാൾ തൻ്റെ പറമ്പിലേക്ക് ഉച്ച സമയത്ത് ഇറങ്ങിയതാണ്. എന്താണ് അവസ്ഥകളെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ അയാൾ കാണുന്നു പറമ്പിൽ തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്നു. അയാൾ തൊട്ടടുത്തൊരു മരത്തിൻ്റെ ഏതാനും ചില്ലകൾ പറിച്ചെടുത്ത് ആ തീ അണക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ശക്തമായ വെയിലിൻ്റെ ചൂടും ഈ തീയിൻ്റെ ചൂടും രണ്ടുകൂടെ ഏറ്റ് അയാൾ തളർന്ന് ആ തീയിലേക്ക് മറിഞ്ഞു വീണു. പിന്നീട് ആളുകൾ ചെന്നു നോക്കുമ്പോൾ കാണുന്നത് കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ആ പച്ചയായ മനുഷ്യനെയാണ്. അന്ന് പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ താൻ മരണത്തിലേക്ക് സഞ്ചരിക്കുന്നുവെന്ന് അയാൾ ചിന്തിച്ചിട്ടില്ല. തൻ്റെ ഭാര്യയോട് ഞാൻ പുറത്തു പോയി വരാമെന്ന് പറയുമ്പോൾ ഇനി എന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് ജീവൻ നഷ്ടപ്പെട്ട ശരീരത്തോടു കൂടെ ആയിരിക്കുമെന്ന് ആ സഹോദരൻ ചിന്തിച്ചിട്ടില്ല. മറിച്ച് ആ വ്യക്തിയും ജീവിതത്തിൽ അടുത്ത ദിവസത്തിലും ആഴ്ചയിലും വർഷങ്ങളിലുമൊക്കെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവുക. ഇത് നമ്മളെ അറിയിക്കുന്നത് എന്താ? മരണമെന്നത് പ്രതീക്ഷിക്കാത്ത സമയത്തൊരു പക്ഷേ നമ്മളെ തേടിയെത്തിയേക്കാം. നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ചില പേരുകളുണ്ട്. ഇർഫാന, റിദ, മിത, ആയിഷ എന്നീ പേരുകൾ. എന്താണത്? ഏതാനും ഒരു മാസം മുമ്പ്, 1.5 മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ്സിന് പഠിക്കുന്ന യഥാർത്ഥ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടു മടങ്ങുന്ന സമയത്ത് ഒരു വാഹനം മറിഞ്ഞ് ആ പെൺകുട്ടികൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയെങ്കിൽ അന്നേ ദിവസം വീട്ടിൽ നിന്ന് ഉപ്പയോടും ഉമ്മയോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ജീവനോടെ ഞങ്ങൾ തിരിച്ചു വരികയില്ല എന്നവർ ചിന്തിച്ചിട്ടില്ല. ആ മക്കളുടെ മാതാപിതാക്കൾ ജീവനോടെ ഞങ്ങളുടെ മക്കളിന് തിരിച്ചു വരികയില്ല എന്ന് ചിന്തിച്ചിട്ടില്ല. മറിച്ച് അവരൊക്കെയും ഇനിയും തിരിച്ചു വരുമെന്ന് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തവരാണ്. ഈ പെൺകുട്ടികൾ ഞങ്ങളുടെ കൂട്ടുകാരികളെ ഞങ്ങൾ ജീവനോടെ കാണുകയില്ല എന്ന ചിന്തയിലല്ല സ്കൂൾ വിട്ടു മടങ്ങിപ്പോന്നത്. അപ്രതീക്ഷിതമായി മരണം അവരെ പിടികൂടിയെങ്കിൽ ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. അതെന്താ? മടക്കയാത്ര എന്നത് അപ്രതീക്ഷിതമായിരിക്കാം. നമുക്കറിയാത്ത ഒരു സമയത്ത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നമ്മൾ ഈ ലോകത്തോട് വിട പറയേണ്ടി വരും. മരണപ്പെടുന്ന പലരും അവരുടെ ജീവിതത്തിലെ വരും ദിവസങ്ങളിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പ്ലാനുകളെല്ലാം ഇവിടെ അവശേഷിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് അവർ വിട പറഞ്ഞുവെങ്കിൽ നമ്മളും പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും അടുത്ത ആഴ്ചയിലും മാസങ്ങളിലും വർഷങ്ങളിലുമൊക്കെ നാട്ടിലേക്ക് പോകണമെന്ന് ചിന്തിച്ച് നാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ ആവശ്യമായ ആ വസ്തുക്കളൊക്കെയും വാങ്ങിവെച്ച് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചവരുണ്ട്. പക്ഷേ എത്ര നാൾ നമുക്ക് ഈ ചിന്തയുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. നമ്മുടെയൊക്കെ മരണത്തിൻ്റെ തീയതിയും സമയവും സ്പോട്ടും കൃത്യമായി കുറിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് തീർച്ചയായും നമ്മൾ ഈ ലോകത്തോട് വിട പറയേണ്ടി വരും.
നമ്മുടെ അക്കൗണ്ടിൽ കോടികൾ ബാലൻസ് ഉണ്ട് എന്നതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയകലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. മരണത്തിൽ നിന്ന് ഓടിയകലാൻ ശ്രമിക്കുന്ന മനുഷ്യൻ പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നാൽ ഉടൻ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നു, ആംബുലൻസ് വിളിച്ചു പോകുന്നു. എന്താണ് കാരണം? മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അപകടത്തെ തരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാർഗങ്ങൾ ആ വ്യക്തി തേടിക്കൊണ്ടിരിക്കുന്നു. എന്നാലും ശരി, റബ്ബിന്റെ തീരുമാനമെത്തിയാൽ ആ വ്യക്തി മരണപ്പെട്ടിരിക്കും. ഒരു വ്യക്തി ഹോസ്പിറ്റലിലേക്ക് നെഞ്ചുവേദന എടുത്തിട്ട് പെട്ടെന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെ പരിശോധിച്ചിട്ട് ഡോക്ടർ പറയുന്നു പ്രശ്നമൊന്നുമില്ല. അയാൾ സമാധാനത്തോടുകൂടെ റോട്ടിലേക്ക് ഇറങ്ങി. പക്ഷേ ഒരു വാഹനമിടിച്ച് അയാൾ മരണപ്പെടുന്നുവെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? സ്ട്രോക്കില്ല, ബ്ലോക്കില്ല എന്ന് കേൾക്കുമ്പോൾ സമാധാനിച്ചതിൻ്റെ അർത്ഥം ഇനിയും ഒരുപാട് വർഷം ജീവിക്കുവാനുണ്ട് എന്നല്ല. മറിച്ച് മരണം വേണമെങ്കിൽ അതിന് ബ്ലോക്ക് വേണമെന്നില്ല. എപ്പോൾ വേണമെങ്കിലും മരണം ഒരാളെ തേടിയെത്തിയേക്കും. ആ മരണത്തിൽ നിന്ന് ഓടിയകലാൻ എത്ര ശ്രമിച്ചാലും ശരി, നമുക്കാർക്കും അതിന് സാധ്യമല്ല. നമ്മുടെ എല്ലാവരുടെയും മരണത്തിന്റെ സമയവും സ്ഥലവും കുറിക്കപ്പെട്ടുവെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് ആ സമയത്ത് തീർച്ചയായും നമ്മൾ മരിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, മരണമെന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് അനന്തമായൊരു ജീവിതത്തിന്റെ തുടക്കമാണ് മരണം. അതുകൊണ്ട് തന്നെ അനന്തമായ ജീവിതത്തിൽ രക്ഷപ്പെടാനും സമാധാനത്തോടെ ജീവിക്കുവാനും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് വേണ്ടി അധ്വാനിക്കുക എന്നതാണ് ബുദ്ധി സാമർഥ്യമുള്ളവർ ചെയ്യേണ്ടത്. 2 വർഷം കഴിഞ്ഞ് എനിക്ക് നാട്ടിലേക്ക് പോകണം, എനിക്കൊരു വീട് വെക്കണമെന്ന് ചിന്തിക്കുന്നവർ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുമ്പോൾ, അതിനുവേണ്ടി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിവെക്കുമ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായി നമ്മൾ ചിന്തിക്കണം. 2 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോകാൻ ചിന്തയെങ്കിൽ, 1 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോകാൻ ചിന്തയെങ്കിൽ, അപ്രതീക്ഷിതമായി തേടിയെത്തുന്ന മരണത്തോടുകൂടി അവസാനിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതം, അതിനുശേഷം ആരംഭിക്കുന്ന പരലോക ജീവിതം, അവിടെ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്ത് ശേഖരിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ ഭൂമിയിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രവാസ ലോകത്താണെങ്കിലും നാട്ടിലാണെങ്കിലും കഠിനാധ്വാനം ചെയ്ത് ധാരാളം സമ്പാദിച്ചിട്ടുണ്ടാവും. കൊട്ടാര സമാനമായ വീട് വെച്ചിട്ടുണ്ടാകും. ലക്ഷറി വാഹനങ്ങളിലായിരിക്കും അയാളുടെ സഞ്ചാരം. മക്കളെയൊക്കെ ധാരാളം കാശ് കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ടാകും. ചില ആളുകളൊക്കെ അവരെ കുറിച്ച് പറയും, അവൻ ജീവിതത്തിൽ വിജയിച്ചവന്, അവനൊക്കെ രക്ഷപ്പെട്ടു, അവനൊക്കെ എത്ര കഷ്ടപ്പാട് കഴിഞ്ഞിരുന്ന ആളുകളാണ്, അവനൊക്കെ രക്ഷപ്പെട്ടു എന്ന് പല ആളുകളെ കുറിച്ചും നമ്മൾ പറയാറുണ്ട്. പലരെ കുറിച്ചും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഭൗതിക ജീവിതത്തിൽ കോടികൾ സമ്പാദിച്ചാലും ശരി, പാരത്രിക ജീവിതത്തിനു വേണ്ടി സമ്പാദിച്ചിട്ടില്ലെങ്കിൽ അവൻ പരാജിതനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗപ്രാപ്തിക്ക് ആവശ്യമായ വിശ്വാസ കർമ്മ കാര്യങ്ങളെ ജീവിതത്തിൽ ചേർത്തു വെച്ചവൻ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മൾ ആലോചിക്കണം, നമ്മളെ കുറിച്ച് ഭൗതികമായ കാര്യങ്ങൾ മുന്നിൽ കണ്ട് അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന, അധ്വാനിക്കുന്ന, പാരത്രിക വിഷയത്തെ മറന്നു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്രതീക്ഷിതമായി തേടിയെത്തുന്ന മരണത്തോടെ അവസാനിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതം, അതിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? അതല്ല മരണത്തിന്റെ ശേഷമുള്ള അനന്തമായ കാലഘട്ടത്തിലെ സമാധാന ജീവിതത്തിനാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്കറിയാം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അന്ധനായ സ്വഹാബിയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ തന്റെ പിൻഗാമിയായി നിശ്ചയിച്ചിട്ടുണ്ട് പല യാത്രയിലും. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട്, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ എനിക്ക് യുദ്ധത്തിന് പോരാൻ അവസരം തരണമെന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, താങ്കൾ കാഴ്ചയില്ലാത്ത വ്യക്തിയല്ലേ, താങ്കൾക്ക് റബ്ബിന്റെ അടുക്കൽ ഉദുറുണ്ട്, താങ്കൾ യുദ്ധത്തിന് വരേണ്ടതില്ല, താങ്കൾക്ക് ആ പ്രതിഫലം ഉണ്ടായിരിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ശേഷം
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് യുദ്ധത്തിന് പോരാൻ അവസരം തരണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മടക്കി പറഞ്ഞയച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു വീണ്ടും വന്നിട്ട് പറയുന്നു, എനിക്ക് യുദ്ധത്തിന് വരാൻ അവസരം തരണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെ മടക്കി പറഞ്ഞയച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു താങ്കളെ മടക്കി പറഞ്ഞയച്ചിട്ടുണ്ട്. എനിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അവസരം തരാൻ പറ്റുക? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ട് തിരിച്ചു നടന്നു. പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഉമറേ, ഞാൻ ഈ ചോദിച്ച ചോദ്യം നാളെ പരലോകത്ത് നിങ്ങൾക്കെതിരായിരിക്കും. നാളെ പരലോകത്ത് നിങ്ങൾക്കെതിരായിരിക്കും. ഭയപ്പെട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ പിശാച് അവിടുന്ന് മാറി നിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും മാത്രം ഈമാനിന്റെ ഉടമയായിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പേടിച്ചുപോയി. യുദ്ധത്തിന് വരാൻ അനുവാദം കൊടുത്തു. ചരിത്രത്തിൽ നമുക്ക് കാണാം, ചരിത്ര പ്രസിദ്ധമായ ഹിജ്റയുടെ 15-ാം വർഷത്തിൽ നടന്ന ഖാദിസിയ യുദ്ധം. ആ ഖാദിസിയ യുദ്ധത്തിലേക്ക് പങ്കെടുക്കുവാനുള്ള അവസരം കിട്ടിയതിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു അന്ധനായ സ്വഹാബി അങ്ങേയറ്റം സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മറ്റുള്ളവരെക്കാൾ ചില പ്രത്യേകതകളുണ്ട്. സ്വഹാബിമാരിൽ മറ്റുള്ളവരെക്കാൾ ചില പ്രത്യേകതകൾ എനിക്കുണ്ട്. അതെന്താ? ശത്രുക്കളുടെ സൈന്യങ്ങളുടെ എണ്ണം കണ്ട് ഒരുപക്ഷെ മുസ്ലിങ്ങളിൽപ്പെട്ട പല ആളുകളും തിരിഞ്ഞോടിയേക്കും. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം തിരിഞ്ഞോടുകയില്ല. എനിക്കത് കാണാൻ കഴിയില്ല. എനിക്ക് അത്തരം ഒരു അനുഗ്രഹം അല്ലാഹു നൽകി. അതുകൊണ്ട് ഞാൻ ധീരമായി പോരാടുമെന്ന് പറഞ്ഞ് അതിശക്തമായ രൂപത്തിൽ തന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ഖാദിസിയ പോരാട്ടത്തിൽ പങ്കെടുത്തു. ഈ ലോകത്തോട് വിട പറഞ്ഞു. അതേ അവസരത്തെ ഉപയോഗപ്പെടുത്തി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു താൻ കണ്ണ് കാണാത്തൊരു വ്യക്തിയല്ലേ എന്ന നിലക്ക് അദ്ദേഹത്തിന് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഈ ദുനിയാവിലെ ജീവിതമല്ല യഥാർത്ഥ ജീവിതം, മറിച്ച് പരലോകത്തേക്ക് വേണ്ടി വല്ലതും സമ്പാദിക്കാനായാൽ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് മനസ്സിലാക്കിയ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു, ആ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ഏത് റബ്ബിനെയാണോ ഭയപ്പെട്ടത് ആ റബ്ബിനെയാണ് നമ്മളും ഭയപ്പെടുന്നത്. ഏത് റബ്ബിന്റെ സ്വർഗമാണോ കൊതിച്ചത് ആ സ്വർഗമാണ് നമ്മളും കൊതിക്കുന്നത്. ഏത് നരകത്തെയാണോ ഭയപ്പെട്ടത് ആ നരകത്തെയാണ് നമ്മളും ഭയപ്പെടുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, കാഴ്ച ശക്തിയില്ലാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു നാളേക്കു വേണ്ടി തന്റെ ജീവൻ സമർപ്പിച്ചുവെങ്കിൽ നാളേക്കു വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? അല്ലാഹുവേ, നിന്റെ തൃപ്തിക്കു വേണ്ടി എന്ന് പറയാൻ എന്ത് നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്? നമ്മുടെ ശരീരം കൊണ്ടാണെങ്കിലും നമ്മുടെ സമ്പത്ത് കൊണ്ടാണെങ്കിലും നമ്മുടെ വാഹനം കൊണ്ടാണെങ്കിലും നമ്മുടെ വീട് കൊണ്ടാണെങ്കിലും നമുക്ക് അല്ലാഹു നൽകിയ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ അതൊക്കെ മുമ്പിൽ വെച്ച് നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ റബ്ബനിക്ക് നൽകിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾക്ക് പകരമായി എൻ്റെ നാളേക്കു വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഓരോരുത്തരും നാളേക്കു വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, എന്ത് സമാഹരിച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എപ്പോഴും ഓർക്കേണ്ടതാണ് ഈ ഭൂമിയിൽ നിന്നുള്ള മടക്കയാത്രയെക്കുറിച്ച്, നാട്ടിലേക്കുള്ള മടക്കത്തെക്കുറിച്ച് മാത്രമല്ല, അതിലുപരി ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മടങ്ങി പോകേണ്ടവരാണ്. പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നമ്മൾ ഈ ലോകത്തോട് വിട പറയേണ്ടി വരും. അത് നമ്മുടെ ജോലികളെല്ലാം വിട്ടേച്ച്, നമ്മുടെ കുടുംബത്തെ ഉപേക്ഷിച്ച്, നമ്മുടെ സുഹൃത്തുക്കളെ വിട്ട് നമ്മൾ ഈ ലോകത്തോട് വിട പറയേണ്ടി വരും. ആ മടക്കം എന്നത് അവസാനത്തെ മടക്കമാണ് ഭൂമിയിൽ നിന്ന്. പിന്നീട് ഭൂമിയിലേക്ക് തിരിച്ചു വരാനോ നാളേക്ക് വേണ്ടി സമ്പാദിക്കുവാനോ അവസരമില്ല. എങ്കിൽ അവിടെ രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നാളെയുടെ രക്ഷയ്ക്കു വേണ്ടി, നാളേക്കു വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കൃത്യമായി ഇസ്ലാം നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കാൻ, അല്ലാഹുവിന്റെ റസൂലേ, മതസ്സാഅ, അന്ത്യദിനം എപ്പോഴാണ്? എപ്പോഴാണ് അന്ത്യദിനം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ തീയതി പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, മാദാ അഅദത്ത,
താങ്കൾ എന്താണ് അന്ത്യദിനത്തിനു വേണ്ടി സമ്പാദിച്ചിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളത്? ഇത് നമ്മളൊക്കെ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ മരണത്തിന്റെ സമയം കുറിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി എന്താണ് നമ്മളൊക്കെയും തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിക്കണം. ആ ചോദ്യത്തിന്റെ മറുപടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിലേറ്റവും പ്രധാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസം. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കും ഞാൻ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും പറയുന്നത് എന്നും, റബ്ബ് സുബ്ഹാനഹു വ തആലയോടായിരിക്കും ഞാൻ എൻ്റെ പ്രയാസങ്ങൾ പറയുന്നത് എന്നും. ഈ ഒരു യാത്രയിൽ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. അദ്ദേഹം പറയാണ്, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. പല ആളുകളും പറഞ്ഞു, ഇന്ന ജാറത്തിലേക്ക് വല്ലതും നേർച്ചയാക്കി നോക്കൂ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ. അയാൾ പറഞ്ഞു, അങ്ങനെ എനിക്ക് ജോലി വേണ്ട. അതൊരു പ്രതിജ്ഞയാണ്. ജോലിയില്ലാതെ മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുന്നുണ്ട് എങ്കിലും, സാമ്പത്തികമായ പിരിമുറുക്കം അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും, റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എൻ്റെ ഈ പ്രയാസങ്ങളെ മാറ്റിത്തരാൻ കഴിയുള്ളവരെന്ന തിരിച്ചറിവോടുകൂടി റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അത് നാളേക്ക് വേണ്ടിയുള്ള സമ്പാദ്യമാണ്. അത് നാളേക്ക് വേണ്ടിയുള്ള സമ്പാദ്യമാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം. ഫിർഔനും സൈന്യങ്ങളും പിറകെ വരുമ്പോൾ മുമ്പിൽ സമുദ്രം നിൽക്കുന്ന സമയത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുള്ളവർ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, മൂസ നമ്മൾ പിടിക്കപ്പെട്ടുവല്ലോ, നമ്മൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യുമല്ലോ. എന്നാൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം യാതൊരുവിധ പ്രയാസവുമില്ലാതെ, മനസ്സിന് യാതൊരു ചാഞ്ചാട്ടവുമില്ലാതെ പറഞ്ഞു, കല്ലാ ഇന്ന മഅി റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് മാർഗം കാണിച്ചു തരും. ഇത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ചു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് പറയുന്നത് നമുക്കും ജീവിതത്തിൽ ആ ഒരു പ്രതിജ്ഞയുണ്ടാകാൻ വേണ്ടിയാണ്. ഏത് പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഇന്ന മഅി റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് മാർഗം കാണിച്ചു തരുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുത്ത, അത്ഭുതത്തിന്റെ വഴി തുറന്നു കൊടുത്ത ആ റബ്ബിൽ നമുക്കുള്ള വിശ്വാസം രൂഢമൂലമാണെങ്കിൽ ആ റബ്ബ് നമുക്കും വഴി കാണിച്ചു തരും എന്ന് പഠിക്കാനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നത്. അത് ആ വിശ്വാസമാണ് ഏറ്റവും പ്രധാനമായി നാളേക്ക് വേണ്ടിയുള്ള സമ്പാദ്യമായി നമുക്കുണ്ടാകേണ്ടത്. നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോ, റബ്ബേ ഞാൻ നിന്നിൽ യാതൊന്നിനെയും പങ്കു ചേർത്തിട്ടില്ല, നിന്നിൽ കൃത്യമായി വിശ്വസിച്ചവനാണ് ഞാൻ എന്ന് പറയാൻ പറ്റുന്ന വിശ്വാസത്തിന്റെ സമ്പാദ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതേപോലെ തന്നെയാണ് കർമ്മപരമായ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും നമസ്കാരത്തിന്റെ വിഷയത്തിൽ എത്രത്തോളം ചിട്ട പുലർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ചില ആളുകൾ സാഹചര്യം ഉണ്ടെങ്കിൽ നമസ്കരിക്കും, സാഹചര്യമില്ലെങ്കിലോ നമസ്കാരം ഒഴിവാക്കുകയും ചെയ്യും. ഞങ്ങൾ ഇന്നലെ മക്കയിൽ നിന്ന് യാത്ര വരുമ്പോൾ ബസ്സിൽ യാത്ര വരുന്ന സമയത്ത് നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ബസ് നിർത്തുന്നുണ്ട്. പലരും നമസ്കരിക്കാതെ ബസ്സിൽ തന്നെ ഇരിക്കുന്നത് കാണും. അവർ പക്ഷേ മുമ്പ് നമസ്കരിച്ചിട്ടുണ്ടോ ഇല്ല, അല്ലാഹു ആലം. ഏതാണെങ്കിലും നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കും. നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു കണിശത നമുക്ക് വരാറുണ്ടോ? നാട്ടിലുള്ളവരെ അപേക്ഷിച്ച് പ്രവാസികൾക്ക് ആ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ട് നമുക്കറിയാം. പല ആളുകൾ നമസ്കാരം തുടങ്ങിയിട്ടുണ്ടാവുക പ്രവാസ ലോകത്ത് വന്ന് പിന്നെ തിരിച്ചു പോയതിനു ശേഷം. ഇവിടുന്ന് കൃത്യമായ നമസ്കാരം നടക്കും, പിന്നെ നാട്ടിൽ പോയിട്ട് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം നിലനിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നമ്മളത് പ്രാർത്ഥിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നമുക്കറിയാം, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. ഇബ്രാഹിം അലൈഹിസ്സലാം പോലും റബ്ബേ എന്നെയും എൻ്റെ കുടുംബത്തെയും നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ആ ഒരു പ്രാർത്ഥന ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ പറ്റണം. അതേപോലെ തന്നെ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിക്ക് വേണ്ടി, റബ്ബേ നിന്റെ സ്വർഗത്തിനു വേണ്ടി എന്ന നിയ്യത്തോടുകൂടെ നമ്മൾ അത് അനുഷ്ഠിക്കുമ്പോൾ അതൊക്കെ നമുക്ക് നാളേക്ക് വേണ്ടിയുള്ള സമ്പാദ്യമാണ്. മടങ്ങിപ്പോകാനുള്ള ഒരുക്കത്തിനു വേണ്ടി ഓഫറുകൾ വരുമ്പോൾ നമ്മൾ വാങ്ങിക്കൂട്ടുന്ന നാട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കളെ പോലെയാണ്. ഓഫറുകൾ കാണുമ്പോൾ നമ്മൾ വാരിക്കൂട്ടും. ഇതുപോലെ ഈ റമദാൻ വരുമ്പോഴും അല്ലാത്ത സാഹചര്യങ്ങളിലുമൊക്കെ
നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ശരീരം കൊണ്ടാണെങ്കിലും സമ്പത്ത് കൊണ്ടാണെങ്കിലും നാളേക്ക് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പരലോകത്ത് വന്നിട്ട് 4 കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യന്റെ കാല് അയാൾക്ക് ചലിപ്പിക്കാൻ കഴിയില്ല. അതിൽപ്പെട്ട ഒന്നെന്താ? സമ്പത്തിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ചോദിക്കും, എവിടുന്ന് സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചുവെന്ന്. ചരിത്രത്തിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ സന്തോഷിച്ചുവെന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതപ്പെട്ടുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സദഖയെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന ഒരു അതിഥിയെ ആരാണ് സൽക്കരിക്കുക എന്ന് ചോദിച്ചപ്പോൾ അൻസാരികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റുന്നു, അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സൽക്കരിക്കാം അല്ലാഹുവിന്റെ റസൂലെ. ചരിത്രം നമുക്കറിയാം. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അതിഥിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യയോട് പറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിളക്കണക്കാൻ. ചരിത്രം നമുക്കറിയാമെന്നതുകൊണ്ട് ഞാൻ വിശാലമായി പറയുന്നില്ല. എന്തിനാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വിളക്കണച്ചത്? താൻ ചെയ്യുന്ന പ്രവൃത്തി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് എന്നതിന്റെ ഒരു അടയാളമാണത്. അതല്ലെങ്കിൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയാമായിരുന്നു, കുറച്ച് ഭക്ഷണമുള്ളൂ, ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവരും കഴിക്കാം എന്ന് പറഞ്ഞില്ല. എന്താ കാരണം? അതിഥിയെ അത് അറിയിക്കാൻ ഉദ്ദേശിച്ചില്ല. അതല്ലെങ്കിൽ വിളക്കണക്കാതെ ഭക്ഷണം കഴിക്കാമായിരുന്നു. അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഞാനിപ്പോൾ കഴിക്കുന്നില്ല, നിങ്ങൾ കഴിച്ചോളൂ. അങ്ങനെയാകുമ്പോഴും ഒരു പക്ഷേ അതിഥിക്ക് കഴിക്കാൻ ഒരു സംതൃപ്തി ഉണ്ടാവില്ല. ഇവിടെ കൃത്യമായി വിളക്കണച്ച് മറ്റാരെയും അറിയിക്കാതെ അതിഥിക്ക് ഭക്ഷണം കൊടുത്ത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ, ആകെ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ, അത് നിങ്ങൾക്ക് തന്നു, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞില്ല. മറിച്ച് 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹു അത് കണ്ടിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ വിളക്കണച്ചിട്ടുണ്ടെങ്കിലും ശരി, 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കണ്ടിട്ടുണ്ട്. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ ഈ ഒരു നന്മക്ക് പ്രേരിപ്പിച്ചത്? അത് നാളേക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു അദ്ദേഹം. ഉള്ളത് കൊണ്ട് ദാനം ചെയ്ത് നാളേക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു അദ്ദേഹം. അബൂ ത്വൽഹ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമുക്കുള്ള പാഠം, ചില ആളുകളുണ്ട് സദഖയും മറ്റുമൊക്കെ പണമുള്ളവരെ കൊടുക്കട്ടെ, നമുക്കിപ്പോൾ സാമ്പത്തിക ശേഷിയില്ലല്ലോ, ബുദ്ധിമുട്ടുന്നവരാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു നമുക്ക് നൽകുന്ന പാഠം, ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ കഴിയണം. ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ കഴിയണം. നല്ല വരുമാനമുള്ളവർ അതിനനുസരിച്ച് കൊടുക്കുമ്പോൾ, സാമ്പത്തികമായി കുറവുള്ളവർ അതിനനുസരിച്ച് കൊടുക്കുക. 1 റിയാലാണ് കഴിയുന്നത്, അങ്ങനെ കൊടുക്കുക. അള്ളാഹുവിന്റെ കോടതിയിലെത്തും, റബ്ബേ എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ അബൂ ത്വൽഹ റളിയല്ലാഹു ഉണ്ടായത് സാമ്പത്തികമായ വലിയ ശേഷിയല്ലെങ്കിലും മനസ്സിന്റെ വിശാലതയാണ്. പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങണമെന്നുള്ള ചിന്തയാണ് അബൂ ത്വൽഹ റളിയല്ലാഹു ഉണ്ടായതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ആ രൂപത്തിൽ ചെയ്യാൻ പറ്റണം. നമ്മൾ സദഖ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കൂടുതൽ പരിഗണിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളെയാണ്. സ്വന്തം പിതാവിനെ പരിഗണിക്കാൻ നമുക്ക് പറ്റണം. സ്വന്തം മാതാവിനെ പരിഗണിക്കാൻ നമുക്ക് പറ്റണം. പലപ്പോഴും പല പിതാക്കന്മാരും ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ വലിയൊരു ഭാഗം വളരെ കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചവരായിരിക്കാം. ഇന്ന് അവർക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ അവർ വീട്ടിൽ വിശ്രമത്തിലായിരിക്കാം. പക്ഷേ മക്കൾ വേണ്ടത്ര പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ ആഗ്രഹങ്ങൾ പലതും മനസ്സിൽ മറച്ചുവെച്ച് ജീവിക്കുന്ന എത്രയോ പിതാക്കന്മാരുണ്ട്, എത്രയോ ആളുകളുണ്ട്. ഒരു പിതാവ് പറയാ, മോൻ എനിക്കൊരു 100 രൂപ തന്നു, ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും കുറച്ച് കാശിന് ആവശ്യം വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ പറയാ, ഇപ്പോൾ ഒരാഴ്ച മുമ്പല്ലേ നിങ്ങൾക്ക് 100 രൂപ എന്നത്, ഇനിയിപ്പോൾ എന്തിനിപ്പോൾ കാശ്, നിങ്ങൾക്ക് വേറെ എവിടേക്കും പോകാനൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന മക്കളുണ്ട്. നമുക്കറിയാം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ 100 രൂപക്കുള്ള വില എന്താണ്, എന്താണ് 100 രൂപക്ക് കിട്ടുക, എന്താണ് 500 രൂപക്ക് കിട്ടുക നമുക്കറിയാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിതാവിൻ്റെ ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് അവർ നമുക്ക് പണം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ ഉണ്ടാകും. മക്കളെ കല്യാണം ചെയ്ത് വിട്ടിടത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടാകും, കൂട്ടുകാർക്ക് ചായ വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അതൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് സാമ്പത്തികമായ പെരുമുറുക്കത്തെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ട് കഴിയുന്ന എത്രയോ പിതാക്കന്മാരുണ്ട്. നാട്ടിൽ ഏറെ പ്രായമുള്ള ഒരാൾ കടല കച്ചവടം ചെയ്യുന്നത് കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ ഈ പ്രായത്തിൽ നിങ്ങൾ കടല കച്ചവടം ചെയ്ത് ജീവിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോൻ എനിക്ക് കാശ് തരും, അൽഹംദുലില്ലാ, ഒരു പ്രശ്നമില്ല. പക്ഷേ
എനിക്കെൻ്റെ കൂട്ടുകാർക്ക് ചായ വാങ്ങിക്കൊടുക്കണമെന്ന് തോന്നുമ്പോൾ, ഞാൻ അവർക്ക് ചായ വാങ്ങിക്കൊടുക്കുമ്പോൾ പിശാച് ഒരു പക്ഷേ എൻ്റെ മോൻ്റെ മനസ്സിലിട്ട് കൊടുക്കും, ഞാൻ ഉപ്പാക്ക് കൊടുക്കുന്ന കാശുകൊണ്ടൊക്കെ ഉപ്പ മറ്റുള്ളവർക്ക് ചായ വാങ്ങിക്കൊടുക്കുക എന്ന് പിശാച് അവൻ്റെ മനസ്സിലിട്ട് കൊടുത്താൽ അത് അവരൊരു വിഷമമായിരിക്കും. നേരെ മറിക്ക് എനിക്ക് ഈ ജോലി ചെയ്തിട്ട് 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് ചായ വാങ്ങിച്ചു കൊടുത്താൽ അവനതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ, എനിക്കതൊരു സന്തോഷമാണ്. ആ രൂപത്തിൽ ചിന്തിക്കുന്ന പിതാക്കളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചോര നീരാക്കി അധ്വാനിച്ച പിതാക്കളെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വളരെയേറെ സന്തോഷത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടിയാണ് അവർ നമ്മളെ വളർത്തിയത്. അവർ പലപ്പോഴും പട്ടിണി കിടന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി. അവർ പലപ്പോഴും പഴയ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട് പെരുന്നാൾ ദിനങ്ങൾ പോലും നമുക്ക് വേണ്ടി. അവർ ജീവിതത്തിൽ മാനസികമായി ടെൻഷൻ അടിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി. ജീവിതത്തിൽ പല കാര്യങ്ങളും അവർ മാറ്റിവെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി. ഇന്ന് വിറക്കുന്ന കൈകളോടെ നടക്കുന്ന അവർ, കാഴ്ച ശക്തി കുറഞ്ഞു പോയ അവർ, കേൾവി ശക്തി കുറഞ്ഞു പോയ അവർ, നമ്മളെപ്പോലെ സംസാര വൈഭവമില്ലാത്ത അവർ പ്രതീക്ഷിക്കുന്നു എൻ്റെ മകൻ എനിക്ക് താങ്ങായി തണലായി ഉണ്ടാകണമെന്ന്. ഓരോ പിതാവും മാതാവും ആഗ്രഹിക്കുന്നത് അതുമാത്രമാണെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നാളേക്ക് വേണ്ടി സമ്പാദിക്കുന്ന വിഷയത്തിൽ നമ്മൾ പരാജിതരായി പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ വിഷയം മാത്രമല്ല, മക്കളുടെ വിഷയത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. വർത്തമാനകാലത്ത് നമുക്കറിയാം, നാട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും നിന്റെ മാതാവിനോടാണ്, മാതാവിനോടാണ്, മാതാവിനോടാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടുള്ള മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ ഇന്ന് ആയുധമെടുത്ത് ആദ്യം തൻ്റെ മാതാവിനെ വെട്ടുന്ന അവസ്ഥയുണ്ടാകുന്നു. മാതാവ് മരിച്ചിട്ടില്ല എന്ന് തോന്നുമ്പോൾ ഗ്യാസ് സിലിണ്ടർ എടുത്ത് തലക്കടിച്ച് മാതാവിനെ കൊലപ്പെടുത്തുന്ന ഇത്തരം വാർത്തകളാണ് നാട്ടിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അത് മക്കൾ അള്ളാഹുവിനെ പേടിക്കുന്ന മക്കളായി മാറിയിട്ടില്ല. മക്കൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ലെങ്കിൽ ആ മക്കളെ നമ്മൾ പേടിക്കേണ്ടി വരും. മക്കൾ അള്ളാഹുവിനെ പേടിക്കുന്നവരാണെങ്കിൽ ആ മക്കൾ ബഹുമാനത്തോടെ ആദരവോടെ നമ്മളെ കാണും. അതുകൊണ്ട് മക്കൾക്ക് കൃത്യമായ ദീനീ ബോധം പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നാളേക്ക് വേണ്ടി സമ്പാദിക്കുന്നതിൽ നമ്മൾ പരാജിതരാണ്. നമ്മൾ മരണപ്പെട്ടാലും റബ്ബേ എൻ്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ, എൻ്റെ മാതാവിന് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുവാൻ മക്കളെ പ്രാപ്തരാക്കിയിട്ടില്ലെങ്കിൽ പരാജയമായിരിക്കും നമ്മുടെ ഫലമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് കൃത്യമായ ദീനീ ബോധം നമ്മൾ നൽകണം. പല ആളുകളും മക്കളുടെ ഭാവി കണ്ട്, ഭൗതിക സൗകര്യങ്ങൾ മുന്നിൽ കണ്ട്, ഇവിടെ പല നിലക്കുള്ള വിദ്യാഭ്യാസം നേടിയവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കണ്ട് മക്കൾക്ക് അത്തരം വിദ്യാഭ്യാസം നൽകുന്നു. മതവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നില്ല. അതിൻ്റെ പേരിൽ സംഭവിക്കുന്നത് എന്താ? ഒരു പക്ഷേ ഭൗതികമായി ധാരാളം പഠിച്ചുയർന്ന ജോലി ലഭിക്കുന്നുണ്ടാകും, പക്ഷേ പിതാവിനെ പരിഗണിക്കാത്ത പരലോകം പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ മക്കൾ ആപ്പതിക്കുന്നുവെങ്കിൽ പടച്ച റബ്ബിന്റെ അടുക്കലേക്കുള്ള സമ്പാദ്യത്തിൽ നമുക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ എവിടെയെല്ലാം നാളേക്ക് വേണ്ടി സമ്പാദിക്കാനും ഒരുങ്ങാനും നമുക്ക് സാധിക്കുന്നുണ്ടോ അതിനെയൊക്കെ കൃത്യമായി നമ്മൾ സമ്പാദിക്കുവാൻ വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കഴിയുന്ന രൂപത്തിലൊക്കെ നന്മകൾ വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതും നാളേക്ക് വേണ്ടിയുള്ള സമ്പാദ്യത്തിന്റെ ഭാഗമാണ്. ഒരു വ്യക്തിയെ കുറിച്ച് പറയാം, അയാള് 5 നേരം നമസ്കരിക്കാൻ ജമാഅത്തിന് പള്ളിയിലുണ്ടാവും. ഖുർആൻ ക്ലാസ്സിന് കൃത്യമായി പങ്കെടുക്കുന്ന ആളാണ്. ആരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന വ്യക്തിയാണ്, സലാം പറയുന്ന വ്യക്തിയാണ്. ജീവിതത്തിൽ ഇങ്ങനെ ഇൻഷാ അല്ലാ മാഷാ അല്ലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണ്. എന്താണ് ആ വ്യക്തിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും നല്ല വ്യക്തിത്വമാണ്, നല്ല സ്വഭാവമാണ്. പക്ഷേ അയാൾ സ്വന്തം മാതാവുമായി വ്യഭിചരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാലോ, സ്വന്തം മാതാവുമായി വ്യഭിചരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാലോ, അയാളെ കുറിച്ച് നമുക്കുണ്ടായിരുന്ന സകല മതിപ്പും നഷ്ടപ്പെട്ടു. അത് പലിശയെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. പലിശയിൽ ഏറ്റവും കുറഞ്ഞത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ചുവെങ്കിൽ 5 നേരം നമസ്കരിക്കാൻ പള്ളിയിലുണ്ട്, ഖുർആൻ ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുക്കുന്നുണ്ട്, ആരെ കാണുമ്പോഴും സന്തോഷത്തോടുകൂടെ മുഖപ്രസന്നതയോടെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതമാണെങ്കിൽ എന്തായിരിക്കും ആ വ്യക്തിക്ക് ഇസ്ലാമിലുള്ള സ്ഥാനമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മടക്കയാത്രക്കൊരുങ്ങുമ്പോൾ മടങ്ങിച്ചെന്ന് റബ്ബിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് എനിക്കെന്റെ റബ്ബിന്റെ അടുക്കലുള്ള സ്ഥാനം എന്തായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ പലിശയിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് പറ്റണം. നാട്ടിലൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ
അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ 7 വർഷം കൊണ്ടാണ് ഞാൻ വീട് നിർമ്മിച്ചത്. 7 വർഷം കൊണ്ട്, ചെറിയൊരു വീടാണ്, 7 വർഷം കൊണ്ടാണ് ഞാൻ നിർമ്മിച്ചത്. ചോദിച്ചു, എന്ത് എത്ര നീണ്ട സമയമെടുക്കാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ ഒരു മണൽ തരി പോലും ഹറാമിൻ്റെ പണമില്ല. ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് അല്പാൽപമായി ഞാൻ ഉണ്ടാക്കിയതാണ് ഈ വീട്. ഇതിൻ്റെ ഒരു മണൽ തരി പോലും ഹറാമിൻ്റെ സമ്പത്തില്ല എന്ന് എനിക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും. അത് കൊട്ടാര സമാനമായ വീട് നിർമ്മിച്ച് അതിൻ്റെ കമ്പിയും അതിൻ്റെ സിമെന്റും അതിൻ്റെ മെറ്റലുമൊക്കെ ഹറാമിൻ്റെ വഴിയിലൂടെ ഉണ്ടാക്കിയതാണെങ്കിൽ, പലിശ പണം കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ, അത് എത്ര ടണ്ണിൻ്റെ AC വെച്ചാലും ശരി, ഈ തീയിൻ്റെ ഇഷ്ടികയും തീയിൻ്റെ സിമെന്റും തീയിൻ്റെ കമ്പിയും തീയിൻ്റെ കട്ടകളും വെച്ചുകൊണ്ടുണ്ടാക്കിയ വീട്ടിൽ തണുപ്പോടെ ജീവിക്കാൻ നമുക്ക് പറ്റില്ല. എങ്ങനെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും? അതുകൊണ്ട് മടക്ക യാത്രക്ക് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുമ്പോൾ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ജീവിതത്തിൽ നന്മകൾ എത്രത്തോളം നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ളൊരു ആലോചന നമുക്കുണ്ടായിരിക്കണം. തിന്മകളിൽ നിന്ന് എത്രത്തോളം വിട്ടുനിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ഒരു ആലോചന നമുക്കുണ്ടായിരിക്കണം. ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക എന്നതുപോലും നന്മയാണ്. ജീവിതത്തിൽ ഒരു നന്മയും നമ്മൾ നിസ്സാരമായി കാണരുത്. വളരെ ലളിതമായ ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് നന്മകൾ. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ. ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് നമ്മൾ ചെരുപ്പിട്ടാണ് പോകുന്നുണ്ടാവും. ചിലപ്പോൾ വലത് കാൽ ആദ്യം ധരിക്കുകയാണെങ്കിൽ അതിന് കൂലിയുണ്ട്. എന്താ ചെയ്യണം? ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ. ചെരുപ്പ് അഴിച്ചു വെക്കുമ്പോൾ ആദ്യം ഇടതുകാൽ അഴിച്ചു വെക്കുക. എന്താ ചെയ്യണം? ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ. അതിന് നമുക്ക് കൂലിയുണ്ട്. വസ്ത്രം ധരിക്കുന്ന സമയത്ത് ആദ്യം വലത് കൈ ധരിക്കുക, അതിന് കൂലിയുണ്ട്. ആദ്യം ഇടത് കൈ അയക്കുന്ന സമയത്ത് അതിന് കൂലിയുണ്ട്. നമ്മൾ സുബഹി നമസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും സൂറത്ത് ഓതിയിട്ടായിരിക്കും നമസ്കരിക്കുന്നത്. ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തിൽ സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യുന്നത്, അതിന് പ്രത്യേക കൂലിയുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ധാരാളം നന്മകൾ നേടിയെടുക്കാൻ പറ്റും. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് ധാരാളം നന്മകൾ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തകുഫ ശർറക അനിന്നാസ് ഫഇന്നഹാ സദഖത്തും മിൻക അലാ നഫ്സിക്. നന്മകൾ അധികം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെ ദ്രോഹിക്കാതിരിക്കുക എന്നതുപോലും സ്വതക്കയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുകൊണ്ട് മടക്ക യാത്രക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, പ്രത്യേകിച്ച് പ്രവാസികൾ, ജീവിതത്തിൽ കിട്ടുന്ന ഓരോ ഓഫറുകളിലും നമ്മൾ പലതും വാങ്ങിക്കൂട്ടുന്നത് പോലെ നമ്മുടെ ഈ ലോകത്തിൽ നിന്നുള്ള മടക്ക യാത്രക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക. കിട്ടുന്ന ഓഫറുകൾ, നന്മകൾ ചെയ്തുകൊണ്ട് മുന്നിൽ റബ്ബിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ചില ആളുകൾ ഭൗതികമായ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്നവരുണ്ട്. ഒരു പ്രവാസിയായ മനുഷ്യനെ കുറിച്ച് കേട്ടത് ഇതോടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാസിയായ ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടത്, അയാൾ വളരെ കഷ്ടപ്പാടോടുകൂടിയാണ് പ്രവാസ ലോകത്തേക്ക് വന്നത്. അയാളുടെ മനസ്സിലെന്താ? ഒരു വീട് വെക്കണമെന്നുള്ള വലിയ സ്വപ്നമാണ്. ഒരു വീട് വെക്കണമെന്ന വലിയ സ്വപ്നം അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് കടന്നു വന്ന് രാവും പകലുമില്ലാതെ പ്രവാസ ലോകത്തെ അയാൾ അധ്വാനിക്കുകയാണ്. ഖുർആൻ ക്ലാസ്സിന് വേണ്ടി അയാളെ വിളിക്കുമ്പോൾ, ദീൻ പഠിക്കുന്ന സദസ്സിലേക്ക് അയാളെ വിളിക്കുമ്പോൾ അയാൾ പറയും, എനിക്കൊരു വീട് വെക്കാനുണ്ട്, അതിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിനൊക്കെ വരും. ഇപ്പം ഞാൻ ഇതിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പണി എനിക്ക് പെൻഡിങ് ആവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഖുർആൻ ക്ലാസ്സിനില്ല, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നുമില്ല. ഞാൻ എൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെ വരും. ആ ഒരു മനസ്സോടുകൂടെ അയാൾ മുന്നോട്ട് പോയി. വർഷങ്ങൾ നീണ്ട അധ്വാനത്തിനൊടുവിൽ അയാൾ വീട് വെച്ചു. ആ വീടിൻ്റെ കയറി താമസത്തിനു വേണ്ടി അയാൾ നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് ചെന്ന് അയാൾ കുടുംബത്തിൽ ഈ വീടിൻ്റെ കയറി താമസം പറയാൻ വേണ്ടി പോകുന്ന യാത്രക്കിടയിൽ ഒരു ആക്സിഡന്റ് പറ്റി ആ സഹോദരൻ മരണപ്പെടുന്നു. വീട്ടിൽ നിന്നും വീട്ടിന്റെ കയറി താമസം പറയാൻ വേണ്ടി പോയ ഭർത്താവ് പിന്നീട് തിരിച്ചു വരുന്ന ജനാസയായിട്ടാകുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, ആദ്യം തന്നെ ഒരു മയ്യത്ത് വീട്ടിലേക്ക് വെക്കണോ എന്ന് ചോദിച്ച് മരണത്തിന്റെ ശേഷം പോലും വർഷങ്ങൾ നീണ്ട തൻ്റെ അധ്വാനത്തിലൂടെ ശേഖരിച്ചുണ്ടാക്കിയ വീട്ടിലേക്കൊന്ന് കടക്കാൻ കഴിയാതെ 6 അടി മണ്ണിലേക്ക് ജീവിതം മാറ്റപ്പെട്ട സഹോദരൻ ഒരുങ്ങിയത് ഭൗതിക ജീവിതത്തിനു വേണ്ടിയാണ്. നേരെ മറിച്ച് ആ കാലയളവിൽ അതോടൊപ്പം പരലോകത്തേക്ക് വേണ്ടി കൂടി അയാൾ ഒരുങ്ങിയിരുന്നുവെങ്കിൽ, ആഖിറത്തിനു വേണ്ടി നാളേക്ക് വേണ്ടി കൂടി അയാൾ ഒരുങ്ങിയിരുന്നുവെങ്കിൽ അയാൾക്കത് സമ്പാദ്യമായിട്ടുണ്ടാകുമായിരുന്നു. ദുനിയാവിൽ വർഷങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ വീട്ടിൽ ഒരു രാത്രി പോലും അന്തിയുറങ്ങാൻ കഴിയാതെ
6 അടി മണ്ണിലേക്ക് ആ സഹോദരന്റെ ജീവിതം മാറ്റപ്പെട്ടുവെങ്കിൽ ഇതിൽ നമുക്കുള്ള പാഠം നാളേക്കു വേണ്ടി അധ്വാനിക്കണമെന്നതാണ്, നാളേക്കു വേണ്ടി സമ്പാദിക്കണമെന്നതാണ്. ഭൗതികമായ കാര്യത്തോടൊപ്പം അതിൽ കൂടുതൽ പ്രാധാന്യം നൽകി നാളേക്കു വേണ്ടി നമ്മൾ അധ്വാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആ ഒരു തിരിച്ചറിവോടെ ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്ന ദിവസം അതിവിദൂരമല്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ ഭാര്യമാർ വിധവകളാകുന്ന ദിവസം, നമ്മുടെ മക്കൾ അനാഥരാകുന്ന ദിവസം, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പോസ്റ്റിൽ മറ്റുള്ളവർ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ദിവസം അതിവിദൂരമല്ല, അതിവിദൂരമല്ല. നമ്മൾ ഉപയോഗിച്ചിരുന്ന നമ്മുടെ വസ്ത്രം മറ്റുള്ളവർ ഉപയോഗിക്കും, നമ്മുടെ മൊബൈൽ, നമ്മുടെ വാച്ച്, നമ്മുടെ വാഹനം, ഇതെല്ലാം മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ഒരു ദിവസം അതിവിദൂരമല്ല എന്ന തിരിച്ചറിവോടെ നാളേക്ക് വേണ്ടി ജീവിക്കുവാനും സമ്പാദിക്കുവാനും നമുക്ക് പറ്റണം. ഇന്ന് പല ബ്രാൻഡഡ് ഷർട്ടുകളും നമ്മൾ ധരിക്കുന്നുണ്ടാകും. അവസാനം നമ്മുടെ എല്ലാവരുടെയും വസ്ത്രത്തിൻ്റെ ബ്രാൻഡ് ഒന്നായിരിക്കും. ഇന്ന് പല വിലപിടിപ്പുള്ള സുഗന്ധങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതാകും. അവസാനം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സുഗന്ധം ഒരേ ഗന്ധമുള്ളതായിരിക്കും. ഇന്ന് AC ഉള്ള റൂമിൽ സുഖമായി നമ്മൾ ഉറങ്ങുന്നുണ്ടാകും. അവസാനം നമുക്കെല്ലാം ചെന്ന് കിടക്കാനുള്ളത് ഒരേ വീട്ടിലാണ്. ആ ഒരു തിരിച്ചറിവോടെ നാളേക്ക് വേണ്ടി ഒരുങ്ങാൻ ആർക്ക് സാധിക്കുന്നുവോ അവർക്ക് മാത്രമാണ് രക്ഷപ്പെടാൻ പറ്റുന്നത്, അവർക്ക് മാത്രമാണ് രക്ഷപ്പെടാൻ പറ്റുന്നത്, അവർക്ക് മാത്രമാണ് രക്ഷപ്പെടാൻ പറ്റുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും പരലോകത്തെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും പരലോകത്തും വിജയിക്കുന്ന ആളുകൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.